നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30 അത് ശകവർഷപ്രകാരം 1947 ചൈത്രം 23 13/4/2025 കൃഷ്ണപക്ഷ പ്രഥമയും ചിത്തിര നക്ഷത്രവും വരുന്ന ഞായറാഴ്ച സൂര്യോദയം 6:19 AM സൂര്യാസ്തമനം 6:32 PM രാഹുകാലം 5 PM മുതൽ 6:32 PM വരെയും ഗുളികകാലം 3:28 PM മുതൽ 5 PM വരെയും യമകണ്ഠകാലം 12:25 PM മുതൽ 1:57 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:01 PM മുതൽ 12:23 PM വരെയും 12:27 PM മുതൽ 12:49 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം കുംഭം രാശിക്കാർക്കാണ്. ഇനി ഈ രാശിപ്രകാരം ഈ ഗ്രഹനില ഈ ദിവസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. മീനമാസം അവസാനിക്കുന്ന ദിവസമാണെങ്കിലും അന്ന് പൂർണ്ണമായും മീനം 30 തുടരുകയാണ്. ഞായറാഴ്ചയായതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യവും ലഭിക്കുന്നതിനായി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇനി രാശിചക്രം ഒന്ന് പരിശോധിക്കാം. ഗ്രഹനില: സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കന്നിയിലും ചൊവ്വ കർക്കിടകത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രനും സർപ്പിയും മന്ദനും മീനൻ രാശിയിലും ഉദയം വന്നിരിക്കുന്നത് മീനൻ രാശിയിലും ഗുളികോദയം വന്നിരിക്കുന്നത് കന്നി രാശിയിലുമാണ്. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയൊന്ന് നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് നോക്കാം. എന്തായാലും 12 ദിവസത്തെ ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തില് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കോടിയർച്ചനയും വടക്കുപുറത്തുപാട്ടിൻ്റെയും പരിസമാപ്തി. കോടിയർച്ചന സമാപിച്ചു കഴിഞ്ഞു. ഇത് 64 കൈകളുള്ള ദേവിയെ വരച്ച് അതിൽ പാട്ട് നടത്തുന്നത് ലാസ്റ്റ് ദിവസമാണ് 13/4/2025 ഞായറാഴ്ച. കഴിയുന്നവരെല്ലാം ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നത് നന്നായിരിക്കും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ശത്രുദോഷങ്ങളും മാറും. ഇനി മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സൂര്യൻ ഉച്ചസ്ഥനായി പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ. കാരണം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു വർഷത്തിൻ്റെ സമാപനമാണ് ഇത്. അതായത് സാമ്പത്തിക വർഷം. മേടം മുതൽ മീനം വരെയാണ് ഒരു സാമ്പത്തിക വർഷത്തെ കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനായി എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ദിവസം കൂടി അർത്ഥപൂർണമാക്കിയാൽ എല്ലാ സൗഭാഗ്യങ്ങളും 7.5 ശനി, കണ്ടകശനി, ജന്മശനിയുടെയൊക്കെ ആ ശനിയുടെ മാറ്റവും മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റവും എല്ലാം എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ തന്നെ പോവട്ടെ, അനുകൂലമായി തന്നെ തുടരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. മേടം രാശി ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. യാത്രാക്ലേശം, അലച്ചിൽ ഇവ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതോടൊപ്പം പുതിയ പരീക്ഷണ തന്ത്രങ്ങൾ, അതായത് പുതിയ വിദ്യാഭ്യാസ ശൈലിയിലേക്ക് മാറുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കുന്നതിനുമൊക്കെ അവസരം കിട്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഈ ദിവസവും
എല്ലാവരുമായി ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ കൂടി അവസാനിക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കളുമായ ഒരു സുഹൃത്ത് സംഗമമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ സാഹചര്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. സംഭാഷണത്തിൽ മിതത്വം ശീലിക്കുന്നത് നന്നായിരിക്കും. ഏത് കാര്യത്തിലും വളരെ കരുതലോടെ കാത്തിരുന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ഐശ്വര്യപൂർണമായി തീരും. പുതിയ ജോലിക്കുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ട സമയമാണ്. അന്യദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുസരണമായ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. ജോലിയിലുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ആദിത്യ നമസ്കാരം ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. കൂടുതൽ ഏത് കാര്യത്തിലും ഒരു കരുതൽ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. യാത്രാക്ലേശങ്ങളും അലച്ചിലും മറ്റ് കർമ്മരംഗത്തുണ്ടാവുന്ന തടസ്സങ്ങളെല്ലാം മാറുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സർപ്പദേവതകൾക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ അനുകൂലമായ സാഹചര്യം ഒരുക്കിത്തരും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥപൂർണമായ ഒരു ജീവിതം വന്നു ചേരുന്നതാണ്. ഇടവൻ രാശി. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് ഗുണാത്മകമായ പരിവർത്തനങ്ങൾ വന്നു ചേരുന്നു. ബിസിനസ്സുകാർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ കൂടുതൽ പുരോഗതി കൈവരിക്കും. ഉദ്യോഗാർത്ഥികൾക്കായി പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. അതിനുള്ള സൂചനകളും ലഭിക്കും. ഏത് കാര്യത്തിലും ഗുണാത്മകമായ പരിവർത്തനങ്ങളാണ് വന്നു ചേരുന്നത്. ദോഷങ്ങൾ മാറുന്നതിനായി കുടുംബത്തിൽ ഒരു സത്യനാരായണ പൂജ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പുലർച്ചെ തന്നെ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ആദിത്യ ഭഗവാനെ നമസ്കരിക്കുന്നതും, സൂര്യ നമസ്കാരം കഴിയുമെങ്കിൽ സൂര്യ നമസ്കാരം, സൂര്യ ഗായത്രി ചൊല്ലൽ, ഇതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഇക്കൂട്ടർക്ക് ഉണ്ടാകും. ലക്ഷ്മി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന നാളായതുകൊണ്ട്, അതായത് മേടമാസത്തിൽ പുതിയ സാമ്പത്തിക, അതായത് സന്തോഷം വരുന്ന ഒരു സമയമായതിനാൽ, ഏപ്രിൽ 14 മുതൽ ഒരു സാമ്പത്തികം മെച്ചപ്പെടുന്ന സമയമായതിനാൽ അനുകൂലമായ സാഹചര്യങ്ങൾക്ക് കാത്തു നിൽക്കുന്നത് നല്ലതാണ്. മേടത്തിൽ സൂര്യൻ ഉച്ചസ്ഥനായി വരുന്നത് കൊണ്ട് എല്ലാ കാർഷിക വിളകളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെ തുടക്കമുള്ള ഒരു കാലമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും അനുഭവിക്കുന്നതിനായി നമ്മൾ അനുഭവിച്ചതിൻ്റെ നന്ദി സൂചിപ്പിക്കുകയും പുതിയ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. എല്ലാം വിജയം സംഭവിക്കും. 14-ാം തീയതി പുലർച്ചെയാണ്, 3 മണിക്ക് ശേഷമാണ്, 3:21 AM മേട രവി സംക്രമം. അതുകൊണ്ട് തന്നെ 13-ാം തീയതി പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം 14-ാം തീയതി പുലർച്ചെയാണ് മേട രവി സംക്രമം. അതായത് മീനൻ രാശിയിൽ നിന്ന് ഉച്ചസ്ഥനായ രാശിയിലേക്ക്, മേടൻ രാശിയിലേക്ക് സൂര്യൻ്റെ സംക്രമം വരുന്നത് 14/4/2025 പുലർച്ചെ 3:21 ആ സമയത്ത് എല്ലാവരും ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും. അപ്പോൾ പൊതുവെ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമായി തീരും. ഏത് കാര്യത്തിലും ഗുണപരമായ പരിവർത്തനങ്ങളും സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടുന്ന സമയമാണ്. മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവും വന്നു ചേരുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപവാദങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനനഷ്ടത്തിന് അല്പം സാധ്യത കൂടുതലാണ്. കർമ്മരംഗത്ത് പുതിയ ശത്രുക്കൾ ഉദയം ചെയ്യും. ദമ്പതികൾക്കിടയിൽ സൗന്ദര്യ പിണക്കത്തിന് സാധ്യത കാണുന്നുണ്ട്.
ത്വക്ക് രോഗ ചികിത്സയും ആവശ്യമായി വരും. ദൂരയാത്ര ചെയ്യേണ്ടതായ സാഹചര്യം വരും. നിർമ്മാണ കാര്യങ്ങൾക്ക് അല്പം തടസ്സം നേരിട്ടേക്കാം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച തടസ്സങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ധനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചോറ്റാനിക്കര മേൽക്കാവലമ്മയ്ക്ക് നെയ്ദീപം തെളിച്ച് പവിഴമല്ലിത്തറയിൽ 7 പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും കഴിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസിമാല കൂടി സമർപ്പിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. കഷ്ടതകളെല്ലാം മാറി സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വന്നു ചേരും. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കൊണ്ടുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗത്തിലാവും. ഗ്രഹത്തിൽ ആഡംബര വസ്തുക്കളോ ആഭരണങ്ങളോ വാങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. വാക്കുകളിൽ മിതത്വം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾ സുദൃഢമാവും. ദൂരയാത്ര നടത്തുവാനിടയാകും. വാഹന വിപത്ത് ഒഴിഞ്ഞു കിട്ടും. ഓപ്പറേഷനൊക്കെ നടത്താൻ വച്ചിരുന്നത് ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. നേത്രരോഗ ചികിത്സയും ആവശ്യമായി വരും. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. കഴിയുന്നതും രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. സാമ്പത്തികത്തിൻ്റെ ഒരു പുതിയ വർഷം, സർവൈശ്വര്യങ്ങളുടെ ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കുന്നതിനായി തയ്യാറായിരിക്കുക. പോയ വർഷം ഏറ്റവും അനുകൂലമായിരുന്നു. ഇനിയും ഇതിനേക്കാൾ ശോഭനമായൊരു വർഷം നൽകണമേ എന്ന് സൂര്യഭഗവാനോടും രാശിനാഥയോടും പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ വർഷത്തെ 14/3/2025 3:21 ദീപം തെളിച്ച് പ്രാർത്ഥിച്ച് വിഷുക്കണിയൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി സർവൈശ്വര്യത്തോടും കൂടി ആഘോഷിക്കുവാൻ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ പറഞ്ഞ് കൊള്ളുന്നു. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സർക്കാർ നൽകിയ അപേക്ഷകൾക്ക് മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു സുഖം തന്നെയാണ്. അനുകൂലമായ ഒരു മറുപടി കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ അനുകൂലമായ പ്രതികരണം വരുമെന്നുള്ള വിശ്വാസം സൂര്യഭഗവാനിൽ അർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. കച്ചവട മേഖലകളിൽ പുരോഗമനം വന്നു ചേരും. ചെറുകിട കച്ചവടമായാലും വൻകിട കച്ചവടമായാലും പുതിയ തന്ത്രങ്ങളും പുതിയ ശൈലികളും പ്രയോഗിച്ച് ധനം സമ്പാദിക്കുന്നതിൽ മികവ് പുലർത്തും. ശുഭാപ്തി വിശ്വാസം ഗുണം ചെയ്യും. സാമ്പത്തിക പുരോഗതി വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും നിർഭയമായി ഇടപെടും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നൽകും. ചിത്തിരനാളായതുകൊണ്ട് ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഐശ്വര്യപൂർണമായി തീരും. 14/4/2025 വിഷുദിനമായതിനാൽ പുതിയ വർഷത്തെ, സാമ്പത്തിക വർഷത്തെ, സർവൈശ്വര്യപൂർണമായൊരു വർഷത്തെ എതിരേൽക്കുന്നതിനായി മേട രവി സംക്രമത്തിനായി കാത്തിരുന്ന് സമയത്ത് തന്നെ ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് കണിയൊക്കെ കണ്ട് പ്രാർത്ഥിക്കൂ. കുടുംബത്തിലെല്ലാവർക്കും, സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവാൻ വിഷുവിൻ്റെ സന്ദേശം കൂടിയായിട്ട് എല്ലാവർക്കും ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരട്ടെ. കുട്ടി മുതൽ വൃദ്ധൻ വരെയുള്ള എല്ലാവർക്കും സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഈ 13/4/2025 സൂര്യഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. ചിത്തിര നക്ഷത്രമായതുകൊണ്ട് ഭദ്രയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം നിലനിർത്തി കിട്ടും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
പൊതുപ്രവർത്തകർ രംഗത്ത് ആരോപണങ്ങൾ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ആ ചെയ്യുന്ന കാര്യങ്ങളിലെ സത്യസന്ധത മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. കടബാധ്യതകൾക്ക് പൂർണ്ണമായി ഒരു വിരാമം വരുന്ന ദിവസമാണ്. വീടുകാരുമായിട്ട് ഒരു വിനോദയാത്രയൊക്കെ സംഘടിപ്പിച്ച് കുടുംബ ഐക്യം നിലനിർത്തുന്നതിന് ശ്രമിക്കും. സ്വയം മെച്ചപ്പെടുവാനുള്ള ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും മറ്റുള്ളവരെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു ആഗ്രഹം കൂടി നിഴലിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യും. തർക്കങ്ങളിലൂടെ തർക്കങ്ങൾ വരുത്തുന്നതും തർക്കങ്ങളിൽ സംസാരിച്ച് വിജയിക്കുന്നതും ഒരു തന്ത്രം തന്നെയാണ്. അതിനുള്ള കഴിവ് ധാരാളമായിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. നല്ല കാര്യങ്ങൾക്കായി മാത്രം അത് വാശി പിടിക്കുക. അത് ഗുണഫലങ്ങളെ നൽകൂ. വിവാഹ കാര്യങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ ഉറച്ച തീരുമാനമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറെക്കാലമായി നിരന്തരം പ്രയത്നിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂല സാഹചര്യത്തിൽ വന്നു ചേരും. ക്ഷേത്രങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്നും ക്ഷേത്ര ദർശനം മൂലം അല്പം ദൈവാധീനം വന്നു ചേരുകയും ദിവസം കൂടുതൽ ശോഭനമായി തീരുകയും ചെയ്യും. കഴിയുന്നതും ക്ഷേത്ര ദർശനം, അതും സൂര്യഭഗവാന്റെ ക്ഷേത്ര ദർശനമോ ശിവക്ഷേത്ര ശിവപാർവതി ക്ഷേത്രമൊക്കെ ആണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. 14/4/2025 മേട 1-ാം തീയതി വിഷു ആണ്. ആ വിഷു ദിനം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും തരട്ടെ. വിഷുവിനെ വരവേൽക്കുന്നതിനായി 14/4/2025 പുലർച്ചെ 3 മണിയാകുമ്പോഴേക്കും ദീപം തെളിക്കുവാനുമുള്ള ആ കൃത്യ സംക്രമ സമയത്ത് തന്നെ ദീപം തെളിച്ച് കണി കണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഐശ്വര്യപൂർണമാണ്. 14/4/2025 പുലർച്ചെ 3:21 മുതലാണ് മേട രവി സംക്രമം. ആ സമയം എല്ലാവരും നോട്ട് ചെയ്ത് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കൂ. സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തും. അതുവരെ നന്നായി ചെയ്തിരുന്ന പണി അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോയി വീടിൻ്റെ ഗൃഹപ്രവേശത്തിനുള്ള നാള് ഒക്കെ കുറിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. പരിസരമെല്ലാം ശുചീകരിച്ചതിന് ശേഷം വാസ്തുപൂജയും ഗണപതി ഹോമവും ഭഗവത് സേവയൊക്കെ നടത്തി ഗൃഹപ്രവേശം നടത്തുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. പ്രവർത്തന മേഖലയിൽ നല്ല അവസരങ്ങൾ വന്നു ചേരും. പ്രസാദാത്മകമായ വ്യക്തിത്വം നിലനിർത്തി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ളൊരു മാനസിക ഊർജം ലഭിക്കും. തെറ്റുകളോ അബദ്ധങ്ങളോ ഒക്കെ തിരുത്തി മനസ്സുകൊണ്ട് തന്നെ ദേവിക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ ഓരോ പ്രാർത്ഥനകളും ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. മനസ്സിൻ്റെ സംഘർഷം കുറയും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. തൊഴിലധികർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും സർവ മംഗളങ്ങളും വരുന്നതിനായി മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കൂ. ദിവസം അർത്ഥപൂർണമായി തീരട്ടെ. എല്ലാവർക്കും 14/4/2025 പുലർച്ചെ 3:21 ദർശനം വരുന്നത്. മേട രവി സംക്രമ സമയത്ത് തന്നെ എല്ലാവരും ദീപം തെളിച്ച് ഭഗവാന്റെ കിരണങ്ങൾ നമ്മളിൽ പതിയട്ടെ എന്നാഗ്രഹിക്കുകയും ആ ഐശ്വര്യം നിലനിർത്തി കിട്ടുവാനായി ശ്രമിക്കുകയും ചെയ്യൂ. എല്ലാം ഐശ്വര്യപൂർണമായി തീരും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലയിൽ കൂടുതൽ പണം മുടക്കും. ശുഭചിന്തകളും ശുഭപ്രതീക്ഷയും വർദ്ധിക്കും. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങൾ ലഭിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കും. പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും വ്യക്തമായ ഒരു വേർതിരിഞ്ഞ ഒരനുഭവം വന്നു ചേരും. വളരെ ശ്രദ്ധിക്കണം. അകന്നവർ അടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. മനസ്സിൻ്റെ സംഘർഷം കുറയും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. തൊഴിലധികർക്ക് നല്ല ജോലി ലഭിക്കും. മനോബലവും സാഹസികതയും കൊണ്ട് പുതിയ കാര്യങ്ങളിൽ വിജയിക്കുന്നുള്ള സാധ്യത വന്നു ചേരും. പഠനം പുനരാരംഭിക്കുവാനും ജീവിത രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുവാനും കഴിയും.
പുതിയ ആത്മബന്ധങ്ങൾ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുവാനും കഴിയും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ശുഭചിന്തകളും ശുഭപ്രതീക്ഷയും ദാനധർമ്മങ്ങളും എല്ലാം ശുഭചിന്തയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം, ശുഭപ്രതീക്ഷയോടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് മൂലം സുഖവും സന്തോഷവും സർവ ഐശ്വര്യവും തന്നെ തേടിയെത്തും എന്നുള്ള വിശ്വാസവും എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള സാഹചര്യം ലഭിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് അതിന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. തൊഴിലിൽ ഉയർച്ച നിന്നുകൊണ്ട് സാമ്പത്തിക മെച്ചമുണ്ടാക്കുന്നതിനായി കിണഞ്ഞ് പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. ആഗ്രഹിച്ചവരുമായി ഒത്തുചേരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. കുടുംബയോഗങ്ങളിലൊക്കെ പങ്കുചേർന്ന് സർവ്വ ഐശ്വര്യ പ്രാർത്ഥനയൊക്കെ നടത്തി എല്ലാവിധ ഐശ്വര്യവും പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. കർമ്മമേഖലയിൽ കൂടുതൽ പണം മുടക്കും. ഊർജ്ജസ്വലത വർദ്ധിക്കും. കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തും. കൂടുതൽ അധ്വാനിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റിയ അവസരമാണ്. എല്ലാ അവസരങ്ങളും കൃത്യമായി വിനിയോഗിച്ച് സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ സൂര്യഭഗവാന്റെ കൂടി അനുഗ്രഹം പ്രതീക്ഷിക്കുക. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നീക്കിയിരിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടി ചിട്ടപ്പെടുത്തി ജീവിതം ആരംഭിക്കുന്ന ദിവസമാണ്. മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വേണം ജീവിതത്തിലെ കഷ്ടതകളെ നേരിടുവാൻ. എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ്. 14/4/2025 വരവേൽക്കാനായി 13/4/2025 തന്നെ അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക. 14-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് വിഷു ദർശനം പറഞ്ഞിരിക്കുന്നത്. ആ ദർശന സമയത്ത് ഭഗവാന് കണിയൊരുക്കി വീട്ടിൽ കണ്ടതിന് ശേഷം ക്ഷേത്രദർശനം ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാവിധ ഐശ്വര്യവും നിലനിർന്ന് കിട്ടുവാൻ വളരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുക. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണം. പിതൃക്കളുടെ അനുഗ്രഹത്തോടൊപ്പം സ്വന്തം അനുഗ്രഹം കൂടി എല്ലാവർക്കും നൽകിക്കൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് ശ്രദ്ധിക്കപ്പെടും. സാമ്പത്തികമായുള്ള എല്ലാവിധ നീക്കിയിരിപ്പും അളന്ന് ചിട്ടപ്പെടുത്തി അത് വിനിയോഗിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. അതുപോലെ തന്നെ സ്ഥലപരമായുള്ള ക്രയവിക്രയ സാധ്യത വർദ്ധിക്കും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കും. വിശ്വസ്തരിൽ നിന്നും അല്പം വഞ്ചനയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃസ്വത്തുക്കൾ വീതം വയ്ക്കുന്ന കാര്യത്തിലൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരും. 14/4/2025 സൂര്യഭഗവാനെ അല്ലെങ്കിൽ മേട രവി സംക്രമത്തിനായി കാത്തിരുന്നു കൊണ്ട് വിഷു ആഘോഷിക്കുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കും. ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ഉപാസനയൊക്കെ കൂട്ടി ഉപാസനയുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനായി പ്രാർത്ഥനകൾ നടത്തുന്നത്, സൂര്യഭഗവാനെയും ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിക്കുന്നത് സൽഫലങ്ങൾ നൽകും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ വർദ്ധിക്കുന്ന സമയമാണ്. വാക്തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുക. മാതാവിന് രോഗാരിഷ്ടതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കാതിരിക്കുവാൻ പ്രത്യേകം കരുതൽ എടുക്കണം. ത്വക്ക് രോഗവും ഉദരരോഗവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് വന്നു ചേരുന്ന സമയമാണ്. ദൂരയാത്രകൾ വേണ്ടവരും അതിനുള്ള ശ്രദ്ധകൾ ചെയ്യുക. കുടുംബസുഖം അനുഭവിക്കും. പുതിയ വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. സന്ദർഭത്തിനനുസരിച്ചിട്ട് പണം ചിലവഴിച്ച് കലാരൂപങ്ങളെല്ലാം വാങ്ങുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും സർവ മംഗളങ്ങളും വന്നു ചേരുന്നതിനായി പ്രാർത്ഥിക്കുക.
മേടം 1-ാം തീയതി, അതായത് 14/4/2025 3:21 AM മേട രവി സംക്രമം. ആ വിഷുവിനെ വരവേൽക്കുന്നതിനായി പടക്കം പൊട്ടിച്ച് ആഹ്ലാദത്തോടെ വിഷുവിനെ എതിരേൽക്കുന്ന ദിവസമാണ്. ഒരു നല്ല സാമ്പത്തിക വർഷം കഴിഞ്ഞുപോയി. പുതിയൊരു സാമ്പത്തിക വർഷത്തിൻ്റെ സർവ്വ ഐശ്വര്യത്തിൻ്റെ ഒരു ദിവസം വന്നു ചേരുകയാണ്. ഈ ദിവസത്തിൻ്റെ തുടക്കം ഏറ്റവും ശോഭനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ ഐശ്വര്യവും കുംഭക്കൂറുകാർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നവരാണ് ഇവർ. ഇവരുടെ ഐശ്വര്യപൂർണമായ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി ശ്രമപ്പെടുക. സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുക. സൂര്യൻ രാശിയിൽ നിന്ന് മാറുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ദിവസമാണ്. അതുപോലെ തന്നെ കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കാവുന്നതും കർമ്മരംഗത്ത് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും പറ്റിയ സമയമാണ്. വിവാഹ കാര്യങ്ങൾ നല്ല രീതിയിൽ ആലോചനകളെല്ലാം വിജയിക്കും. വിദേശത്തു നിന്നും അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കുക. വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഗുണാനുഭവം വരും. ഹൃദയരോഗം, നീർക്കെട്ടൊക്കെ ഇവയൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത വന്നു ചേരുന്നു. ധനം ക്രയവിക്രയത്തിനുള്ള സാധ്യതകളും വന്നു ചേരുന്നു. പണം വളരെ ശ്രദ്ധയോടുകൂടി ചിലവഴിക്കുക. തർക്കങ്ങൾക്കും ഒത്തുതീർപ്പുകൾക്കുമൊക്കെയായി സമയം കണ്ടെത്തുക. എല്ലാവിധ ഐശ്വര്യവും നിലനിർന്നു കിട്ടുന്നതിനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. രേഖാപരമായ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാനായി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തതിന് ശേഷം മാത്രം പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക. വാഹന വിപത്ത് വരാതിരിക്കുന്നതിന് യാത്രക്കിടയിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിന് വിഷമം വരാതിരിക്കുവാനായി ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഗുരുക്കന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ പ്രീതി സമ്പാദിക്കുന്നതിനായി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. കുടുംബ പരദേവതയുടെയും ധർമ്മദൈവത്തിൻ്റെയും ഒക്കെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. എല്ലാവിധ അലസതകളും മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ പറ്റും. അതിനുള്ള ഒരു ശുഭദിനമായി തീരട്ടെ. പുതിയ വർഷത്തെ വരവേൽക്കാനായി 14/4/2025 പുലർച്ചെ 3:21 ദീപം തെളിച്ച് വിഷു കണിയൊക്കെ കണ്ട് എല്ലാവിധ സൗകര്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ ശ്രമിക്കൂ. സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. 27 നക്ഷത്രക്കാർക്കും സൂര്യഭഗവാനെയും മറ്റ് ഉപാസനാമൂർത്തികളെയും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് 13/4/2025 എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി യാത്രയാകുമ്പോൾ 14/4/2025 ഒരു ശുഭദിനം, അതായത് മേടമാസം പിറക്കുന്നു. മേട രവി സംക്രമം 14/4/2025 3:21 AM എല്ലാവരും ആ സമയം ദീപം തെളിച്ച് ഭദ്ര റൂമിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുക. എല്ലാ സാമ്പത്തിക ഐശ്വര്യവും വന്നു ചേരുന്ന സർവ്വ സന്തോഷങ്ങളും നിലനിന്ന് കിട്ടുന്ന ദിവസത്തെ വരവേൽക്കാൻ ശ്രമിക്കുന്നത് കൂടി ഈ ദിവസത്തിൻ്റെ കടമയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ ആർജവം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് അഡ്വാൻസായി വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.